കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടും ആ പെൺകുട്ടിക്ക് സ്വന്തം അനിയത്തിയോട് തീർത്താ തീരാത്ത പക. ആ അനിയത്തിയുടെ കല്യാണം വരെ മുടക്കാൻ ഈ പെൺകുട്ടി തയ്യാറായി. ആ സമയത്താണ് സ്വന്തം വീട്ടുകാർ ഇത് കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം കൗൺസിലിങ്ങിന് എത്തിയപ്പോഴാണ് ചെറുപ്പകാലത്തുണ്ടായ നിസാരമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് ഈ പെൺകുട്ടിക്ക് സ്വന്തം അനിയത്തിയോട് ഇത്രയും പകയുണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതായത് നമ്മളൊക്കെ ചെറുതെന്ന് കരുതി ചെയ്യുന്ന വലിയൊരു തെറ്റ്. ഒരു അമ്മ ഗർഭം ധരിക്കുമ്പോൾ നിലവിലുള്ള കുട്ടിയോട് പലപ്പോഴും പറയാറുണ്ട്, ഇനി നിന്നാർക്കും വേണ്ട, ഇവിടെ കുഞ്ഞു വാവ വരാൻ പോവാണ്. പ്രസവം കഴിഞ്ഞാൽ പറയും, നിന്നെക്കാളും ഭംഗിയുണ്ട്, നിന്നെക്കാളും നിറണ്ട്, നിന്നെ തോട്ടുനിന്ന് കിട്ടിയതാണ്, റോട്ടിൽ നിന്ന് കിട്ടിയതാണ്, കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിലൊക്കെ ചുക്കാൻ പിടിക്കാറുള്ളത് കൂടുതലും അയൽപക്കക്കാർ, കുടുംബത്തിൽ കയറി വരുന്ന ആളുകൾ, ഇവരൊക്കെ ആയിരിക്കും. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടികളെ ലോകത്തെ പരിചയിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഉപബോധ മനസ്സിലേക്ക് ഞാൻ ഒന്നിനും കൊള്ളരുതാത്ത ഒരാളാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് രൂപപ്പെടുകയും അതിലൂടെ ഇവർ വളരാനും അതിലൂടെ ഇവരെ കാണാനും അത് കാരണമാകാറുണ്ട്. ഇത്തരം കുട്ടികൾക്ക് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഇതൊക്കെ ഇല്ലാതാകാൻ കാരണമാകും. മാത്രവുമല്ല, താഴെയുള്ള കുട്ടിയോടുള്ള തീർത്താ തീരാത്ത ആ ഒരു പക അവരോടൊപ്പം വളരും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് ഒരിക്കലും ആര് തന്നെ നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ടും ഇത്തരം മോശമായ പ്രവർത്തികളും വാക്കുകളും പറയുമ്പോൾ നമ്മൾ തടയണം, അരുതെന്ന് പറയണം. ഒരു വ്യക്തിയുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ നാളെയുടെ നാഴികക്കല്ലാണ്. അത് തിരിച്ചറിയുക.